ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് മാംഗ്ലൂർ ഹിങ്കാര എന്നൊരു റിസോർട്ടിൽ ഒരു 1 day സ്റ്റേക്ക് പോവാണ്. ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ബസ് കയറി. ബസ്സിലൊന്നും ആരുമില്ല, ഒരു തിരക്കുമില്ല. ഞാനും ഫ്രണ്ടും മാത്രമുണ്ട്. അപ്പോൾ ഉടുപ്പിയിൽ നിന്ന് നമ്മൾ നേരെ അഗുംബയിലേക്കാണ് പോകുന്നത്. അവിടുന്ന് വേറെ ബസ്സുണ്ട്. മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പി വരെ 1 hour ആണ്. അപ്പോൾ ഉടുപ്പിയിൽ ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് അവിടെ ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഹുഡഗേരി എന്നുള്ള സ്ഥലത്താണ് പോകുന്നത്. അതായത് അഗുംബെ കഴിഞ്ഞിട്ടുള്ള മുന്നേയുള്ള 2 സ്റ്റോപ്പാണ്. അവിടെയാണ്. അപ്പോൾ ഞാൻ ഒരു ബസ്സിൽ കയറി. ഇവിടെ ഒത്തിരി കണ്ടിന്യൂസ് ഇങ്ങനെ ബസ്സുണ്ട്. ടാക്സി തന്നെ പോകണമെന്നൊന്നും ഇല്ല. അതുകൊണ്ട് ഫുൾ ഞാൻ നോർമൽ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. ഹുഡഗേരിയിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അവിടുന്ന് അഗുംബയിൽ ആ താമസിക്കുന്ന റിസോർട്ടിലെ ആൾക്കാർ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ ബസ്സിൽ കയറി. ഇവിടത്തേക്ക് ബസ് എന്ന് പറയുന്നത് അപാര സ്പീഡാണ് കേട്ടോ. നല്ലോണം പിടിച്ചിരുന്നില്ലെങ്കിൽ ഇതേ കിടക്കും. ഭയങ്കര സ്പീഡാണ് കേട്ടോ ഇവിടുത്തെ ബസ്, ഭയങ്കര സ്പീഡ്. നല്ല രസമല്ലെങ്കിൽ നമ്മളെ കാണാൻ. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ബസ് കയറി ഇപ്പോൾ കുന്താദ്രി എന്നുള്ള സ്ഥലത്തെത്തി. നമ്മൾ ആ റിസോർട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ ഇറങ്ങാനാണ് പറഞ്ഞത്. അതായത് അഗുംബെ കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റോപ്പാണിത്. അപ്പോൾ കുന്താദ്രിയിലെത്തി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അവിടെ റിസോർട്ടിലെ ആൾക്കാർ ക്യാബ് വിടാമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കുന്താദ്രിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഹിങ്കാര റിസോർട്ട്. ആദ്യമേ എന്നെ അട്രാക്റ്റ് ചെയ്തത് പൂക്കളാണ്. നേരെ പൂക്കളിലേക്ക് പോയി. ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഒത്തിരി പ്രോപ്പർട്ടി ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ അവർക്ക്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെയാണ് നമുക്ക് സ്റ്റേ ഉള്ളത്. ഒരു ഹെറിറ്റേജ് സ്റ്റേ ആണിത്. അല്ലാതെ മോഡേൺ അമ്യൂണിറ്റീസൊന്നും ഇവിടെ ഇല്ല. ഭയങ്കര ഈവൻ ഫുഡ് ആണെങ്കിൽ പോലും ഭയങ്കര ആ ഒരു ട്രഡീഷണൽ ഫുഡൊക്കെയാണ്. ഇത് റൂംസാണ്. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഭയങ്കര പല്ലികളുണ്ട് കേട്ടോ ചുറ്റും. റൂമിൻ്റെ ഉള്ളിലല്ല, പുറത്തൊക്കെ ഇങ്ങനെ ആശാന്മാർ നിൽക്കുന്ന കാണാം. നമ്മൾ ഹിങ്കാരയിലെത്തി. ഞാൻ റൂമൊക്കെ കാണിച്ചു തന്നല്ലോ. ഇനിയിപ്പോൾ അവർ ലഞ്ച് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ കഴിക്കാൻ വിളിക്കാൻ കാണിച്ചു തരാം. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ചപ്പലൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. കിച്ചണൊക്കെ ഭയങ്കര രസമാണ്. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് പ്ലേസ് ചെയ്തിരിക്കുന്നതും അവരുടെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയാണ്. എല്ലാം സിമ്പിളാണ്, ഭയങ്കര ഇതായിട്ടൊന്നുമല്ല. ഫുഡൊക്കെ നല്ല ട്രഡീഷണൽ ഫുഡ് തന്നെയായിരുന്നു. ചട്നി, സ്പെഷ്യൽ റൈസ്, ಇದು ಮಶ್ರೂಮ್ ಪಲ್ಯ, ರೈಸ್. ഹിങ്കാരയുടെ പാക്കേജിൽ 3 മീൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലഞ്ച്, ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് 3ഉം കോംപ്ലിമെൻ്ററി ആണ്. നല്ല ഫുഡായിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ പാക്കേജിൽ വാട്ടർ കേവ് വാക്ക് ഉണ്ട്, പ്ലാന്റേഷൻ ടൂർ ഉണ്ട്. പിന്നെ അവരുടെ എന്താ പറയുക, ഒരു സ്മോൾ വാട്ടർ ഫോൾസ് ഉണ്ട് അവരുടെ പ്രോപ്പർട്ടി തന്നെ. അതെല്ലാം അവർ നമ്മളെ കൊണ്ട് കാണിക്കും കേട്ടോ. ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. കുറേ ഉണ്ട്, കുറച്ച്. ഇവിടെയാ ആ റൂം വരുന്നത്, നമ്മൾ താമസിക്കുന്ന റൂം വരുന്നത്. ഇവിടെ മയിലുണ്ട് കേട്ടോ, ഒത്തിരി മയിലുണ്ട്. ഇതാണ് പ്രോപ്പർട്ടി. ഈ കാണുന്നതാണ് ഇവരുടെ കോട്ടേജ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്നൊരു ശബ്ദം എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ ശബ്ദമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാം. പിന്നെ അവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം അവർ വേറൊരു വാട്ടർഫോൾ കാണിക്കാൻ കൊണ്ടുപോയി. ഞാനിപ്പോൾ ഹട്ടിൻ മഡ്കെ, ഞാൻ പ്രൊനൗൺസ് ചെയ്യണ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹിങ്കാര റിസോർട്ടിലുള്ളവർ തന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ, ഈ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്.
അവിടെയായിട്ട് പണ്ട് പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ മഴയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ ആളെ അങ്ങോട്ട്. വൈകിട്ടൊക്കെ ആയപ്പോൾ അവിടെ പോയി ഇരിക്കാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ വാട്ടർഫോളിലെ ശബ്ദമൊക്കെ ഭയങ്കര സൂത്തിങ് ആയിരുന്നു. എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. ഇവരുടെ ഈ പാക്കേജിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ വാട്ടർഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് നമ്മൾ യക്ഷഗാനയുടെ ഒരു ടീമിനെ കണ്ടു. അവർ അമ്പലത്തിൽ എന്തോ പെർഫോം ചെയ്യാൻ പോവുകയാണ്. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ്. രാത്രി 8:30-ക്കായിരുന്നു അവരുടെ പെർഫോമൻസ്. അവരെയൊക്കെ ഒന്ന് കാണാനും വീഡിയോസൊക്കെ എടുക്കാനും പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹിങ്കാര തന്നെ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതാണ്. യക്ഷഗാനയുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്തതായി കൊണ്ടുപോയത് നമ്മളൊരു ശിവ ടെമ്പിളിലാണ്. ഭീമൻ പണിതതാണ് ഈ ക്ഷേത്രം. അതിൻ്റെ ചുറ്റുമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. നല്ലൊരു ഡിന്നറൊക്കെ ആയിരുന്നു ഹിങ്കാര നമുക്ക് തന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയും കുറച്ചും കൂടെ പ്രോപ്പർട്ടി കാണാൻ അവർ കൊണ്ടുപോയി. പ്ലാന്റേഷൻ ടൂർ ഉണ്ടായിരുന്നു. ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.